ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആയി ഏകദേശമൊക്കെ കാര്യങ്ങളായി, ഇനി നമ്മൾ മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ കുറേ കൂടി പ്രയാസകരമായിരിക്കുമെന്ന് ശ്രീകുമാർ നേരിട്ട് പറയാൻ കഴിയില്ല, ഫോട്ടോഗ്രാഫർ വഴി പറയുന്നു. പറഞ്ഞ സമയത്ത് പറഞ്ഞു അത്ര, നിങ്ങൾ മടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങിക്കോളൂ, എനിക്കിനിയും പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട് എന്ന്. അപ്പോൾ ഒരു നിത്യമായ ഒരു സമരോത്സുകതയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്നു. ഞാൻ സേഫിലേക്ക് മടങ്ങാം. ഇപ്പോൾ നമ്മോടൊപ്പം വേലിക്കകത്ത് വീട്ടിൽ നിന്ന് നടരാജ ചേരുന്നുണ്ട്. നടരാജ, അവിടെ നമ്മൾ 1:30 സമയം പറഞ്ഞിരുന്നത് എന്നാണ് നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ 1:30 കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര സമയം കൂടി എടുക്കുമെന്ന് നമ്മുടെ ഒരു അനുമാനം വെച്ച് പറയാൻ കഴിയും നടരാജ്? വീട്ടിൽ ഇപ്പോഴും ജനസാഗരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി അവരുടെ നേതാവിനെ ഒന്ന് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും നിരവധി പേർ ഇപ്പോഴും വീടിന് പുറത്ത് നീണ്ട ക്യൂ ആയി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി നേതാക്കളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അവസാനമായി VS ഒന്ന് കണ്ട് മടങ്ങണമെന്നാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും ക്യൂ നീണ്ടതാണ് എന്നുള്ളതാണ് അവരെ അലട്ടുന്നൊരു പ്രശ്നം. അരമണിക്കൂർ കൂടി ഇവിടെ പൊതുദർശനം അനുവദിച്ച ശേഷം ഉടൻ തന്നെ DC-യിലേക്ക് കൊണ്ടുപോകണമെന്നാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അത് പ്രകാരമാണ് അവർ ക്രമീകരണം നടത്തുന്നത്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ആദ്യം ഒരു വരിയിൽ 2 പേരെ വീതമാണ് VS-നെ കാണാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വരിയിൽ 4 പേരെ വീതം വളരെ പെട്ടെന്ന് കടത്തിവിടുന്നുണ്ട്. പക്ഷേ അപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിന് പുറത്തെ ക്യൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നിരവധി പേർ VS-നെ ഒരു നോക്ക് കാണാനായി എത്തുന്നുണ്ട്. രാവിലെ നമ്മൾ പറഞ്ഞ പോലെ സൗദിയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും വരെയൊക്കെ ആളുകൾ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ ആകെ പാളിപ്പോയിട്ടുണ്ട്. മണിക്കൂറുകൾ വൈകിയാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ വിലാപയാത്ര പ്രവേശിച്ചത്. വീട്ടിലെത്താനും വളരെ 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 വൈകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വീട്ടിലും ജനസാഗരം തന്നെയാണ് വിലാപയാത്രയിൽ എന്ന പോലെ ഇവിടെ കാത്തിരുന്നത്. ഇപ്പോഴും അവർ ക്യൂ നിന്ന് അവരുടെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങുകയാണ്. പ്രമുഖ നേതാക്കൾ തന്നെ ഇവിടെയുണ്ട്. പലരും DC-യിലേക്കും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും മറ്റ് ക്രമീകരണങ്ങൾ വിലയിരുത്താനായും പോയിട്ടുണ്ട്. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ ഇവിടെയുള്ള പൊതുദർശനം മതിയാക്കിയതിനു ശേഷം DC-യിലേക്ക് പോകാനാണ് നേതാക്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപ്രകാരമുള്ള ക്രമീകരണം അവർ നടത്തുകയും വളരെ പെട്ടെന്ന് ആളുകളെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇവിടെയുള്ള നേതാക്കൾക്കുണ്ട്. എന്തായാലും വേലിക്കകത്ത് വീട്ടിലേക്ക് ജനപ്രവാഹം തന്നെയാണെന്നറിയാം. നമുക്കറിയാവുന്ന പോലെ ഈ വീട് VS-ന്റെ പല ഭാവങ്ങൾ, പല അനുഭവങ്ങൾ കണ്ട വീടാണ്. അദ്ദേഹം ചെറുപ്പകാലത്തുള്ള ജാതി വിവേചനം നേരിട്ട സ്കൂളൊക്കെ തന്നെ ഈ ഭാഗത്താണുള്ളത്. അന്ന് അരഞ്ഞാണം എടുത്ത് വീശിയ ആ ഒരു സംഭവമൊക്കെ തന്നെ ഏറെ സംസാരിച്ചതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലൊക്കെ തന്നെ 2015 അദ്ദേഹം ഏറെ വിമർശനം കേട്ട സമ്മേളനത്തിന് ശേഷം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നു കയറിയതും ഇതേ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ VS-ന്റെ പല ഭാവങ്ങളും പല ദുഃഖവും സന്തോഷങ്ങളും ഒക്കെ കണ്ട വീടാണ്. അണമുറിയാതെ നിരവധി ആളുകൾ ഇപ്പോഴും ഈ വീട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രമോദ്. യെസ്, നടരാജ് സൂചിപ്പിച്ചതുപോലെ അണമുറിയാത്ത പ്രവാഹമാണ്, ജനപ്രവാഹമാണ് എന്ന് പറയാം. അതിന് ഇനി എത്ര സമയം കൂടി എടുക്കുമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു നിശ്ചിത സമയം വരെ അവിടെ തുടരുക, അതിനുശേഷം DC ഓഫീസിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയായിരിക്കും പാർട്ടി കണക്ക് കൂട്ടുന്നത്. അതിനെ പക്ഷേ ജനങ്ങളെ നിരാശരാക്കി മടക്കിവിടാൻ കഴിയില്ല. കാരണം VS-നെ ഹൃദയത്തിലേറ്റുന്ന മനുഷ്യരാണവർ. അവർക്കൊരിക്കലും VS-നെ കാണാൻ ആഗ്രഹിച്ച് അവിടെ എത്തുന്നവരെ നിരാശപ്പെടുത്തി മടക്കി അയക്കുക എന്ന് പറയുന്നത് പാർട്ടിക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് കൂടിയാണ് പരമാവധി വേഗത്തിൽ അവരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ വൈകാരികമായ നിമിഷം അവിടെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തിന് അർപ്പിക്കുന്ന ആ അന്ത്യാഭിവാദ്യത്തിൽ നമുക്കറിയാം തിരിച്ച് പ്രത്യഭിവാദ്യം ചെയ്യാൻ VS-ന് ഇപ്പോൾ സാധിക്കില്ല എന്നിരിക്കലും അതിൽ ആ അഭിവാദ്യത്തിൻ്റെ മുഴുവൻ ചൂരും അദ്ദേഹത്തിന് ലഭിക്കും വിധമുള്ള ഒരു വൈകാരിക മുഹൂർത്തമാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ കാണുന്ന നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി എത്ര പേരാണ് ഇപ്പോൾ കൂട്ടത്തോടെ ഒഴുകുന്നത് എന്ന് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. നേരത്തെ 2ഉം 4ഉം ഒക്കെ ആയിട്ടുള്ള ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഇപ്പോൾ വളരെ തിങ്ങി നിറഞ്ഞ നിലയിലാണ് മൃതദേഹത്തിന് അരികിൽ കൂടി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയത്തിൻ്റെ ഒരു കമ്പൽഷൻ, ഒരു സമ്മർദ്ദം എന്ന നിലയ്ക്കാണ് അത് നമ്മൾ കാണേണ്ടത്. VS-ന് ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ ജനക്കൂട്ടം ഒന്നാകെ അവിടേക്ക് മൂടുന്ന നിലയിലേക്ക് വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അത്ര കണ്ട് ആവേശജനകമായ യാത്രയയപ്പ് വീരനായകന് നൽകുക എന്നതാണ് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിന് സമാനമായി തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലും അധികമായി ജനങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് DC ഓഫീസിലും എന്നതാണ്. DC ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതും അനിയന്ത്രിതമായ പ്രവാഹത്തിലേക്ക് എത്തിക്കൂടായില്ല. അതിനുശേഷമാണ് മൈതാനത്തേക്ക് എത്തേണ്ടത്. അവിടെയും വലിയ തോതിൽ ഒരുപക്ഷെ അവിടെയാണ് പൊതുജനങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുമെന്ന നിലയിൽ അനൗൺസ്മെന്റുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുമ്പോഴേക്കും സമയം വൈകിയാൽ അവിടെ കൂടുതൽ സമയം അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംസ്കാര ചടങ്ങ് വൈകാനാണ് സാധ്യത. എന്തായാലും വൈകിക്കൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല, അത് സ്വാഭാവികമാണ് എന്ന് കരുതേണ്ടി വരും. VSനെ യാത്രയേക്കാൻ ജനങ്ങൾക്ക് മറ്റു മാർഗമില്ല. അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും അല്ലാതെ അദ്ദേഹത്തെ യാത്രയേക്കാൻ കഴിയില്ല. ഇത് മുഴുവൻ VSന്റെ ഒരു അദ്ദേഹം അർഹിക്കുന്ന നിലയ്ക്കുള്ള അഭിവാദ്യ പ്രകടനമാണ് എന്ന് പറയേണ്ടി വരും. സ്ഥലം കൊടുത്തു ഈ 2 പേര് 3 പേര് പോകും. Yes.